നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജേട്ടൻ എന്നെ ജീവനാണെന്ന് ഞാൻ ഇവളോട് എങ്ങനെ പറയും? എന്താ അമ്മയൊന്നും പറയാത്തെ? ചില സത്യങ്ങൾ എന്തിനാ പുറത്തു പറയുന്നത്? മനസ്സിന് സന്തോഷമുള്ള കാര്യല്ലേ, അത് പുറത്തു പറയുന്നതിൽ എന്താ തെറ്റ്? വിധിക്കാത്തതൊന്നും കൊതിക്കാത്തതല്ലേ നല്ലത്? അമ്മേ, അമ്മയ്ക്ക് തലവേദനയുണ്ടോ? ഇല്ല. പനിയുണ്ടോ? ഇല്ല. ക്ഷീണമുണ്ടോ? ഇല്ലല്ലോ. മോളെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? പറയാം. അഥവാ ക്ഷീണം ഉണ്ടെങ്കിൽ അതിന് കഷായം നല്ലതാണോ? ക്ഷീണത്തിന് കഷായോ? എനിക്കറിയില്ല. എനിക്കും അറിയില്ല. ക്ഷീണത്തിന് നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കഷായം ഒന്ന് ആദ്യമായിട്ടാ കേൾക്കുന്നത്. അല്ല, നീ എന്താ ഈ കഷായത്തിന്റെ പേരൊക്കെ പറയാൻ കാരണം? അമ്മയ്ക്ക് അച്ഛൻ അവിടെ കഷായം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ പറയാ ദേവിക്ക് ക്ഷീണത്തിനുള്ള കഷായമാണെന്ന്. ഈ ജേട്ടന്റെ ഒരു കാര്യം. കോളേജ് പ്രൊഫസർ ആവേണ്ട ആളാ. എന്നാണാവോ ആയുർവേദ വൈദ്യരായത്? അമ്മയ്ക്ക് സുഖമില്ലാതായതോടെ അച്ഛൻ ഈ മുറിയിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇല്ല മോളെ, രാത്രി ഞാൻ ഉറങ്ങുന്നത് വരെ ഇവിടെ ഇരിക്കും. ഉറങ്ങിക്കഴിഞ്ഞേ പോവൂ. ആ മോളെ, അച്ഛൻ ആഹാരം വല്ലതും കഴിക്കുന്നുണ്ടോ? ഇപ്പൊ അമ്മയ്ക്കായി അച്ഛന്റെ കാര്യത്തില് ടെൻഷൻ. ഫുഡൊക്കെ ഞാൻ നിർബന്ധിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛന്റെ കാര്യം ശ്രദ്ധിച്ചോണേ മോളെ. ഇവര് തമ്മിൽ ഇത്രയും നാളെ എങ്ങനെ അകന്ന് ജീവിച്ചു? കഷ്ടം. എന്താ മോളെ നീ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. അമ്മയും മകളും കൂടെ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണോ? ദേ, ചെമ്പകമംഗലം ആര്യവൈദ്യശാലയിലെ ജയരാമൻ വൈദ്യര്. എന്താ ദേവി, ഇവളിവിടെ ഒന്ന് വല്ലതും കൊളുത്തിയോ? ദേവി, ദേവിയുടെ ഈ മകള് മഹാപാരയാണ് കേട്ടോ, സൂക്ഷിക്കണേ. ഈ കഷായം കുടിച്ചാട്ടെ. ഇത് കുടിക്കുമ്പോ ലേശം കയ്പുണ്ടാവും, സാരമില്ല. പക്ഷേ ക്ഷീണമൊക്കെ അങ്ങ് മാറും. ഇതാ. കയ്പുണ്ടോ? കയ്പെന്ന് പറഞ്ഞ കട്ട കയ്പ്. അത് മാറ്റാൻ മറുമരുന്നുണ്ട്, കൽക്കണ്ടം. അച്ഛനാള് പുലിയാണല്ലോ. പണ്ട് ദേവി എന്ത് മരുന്ന് കഴിച്ചാലും ദേവിക്ക് അതിന്റെ കൂടെ കൽക്കണ്ടവും വേണമായിരുന്നു. ചേട്ടന് എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയാണല്ലോ. മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മനുഷ്യൻ മരിക്കുവോളം മറക്കുവോ ദേവി? ഞാൻ ഈ ഗ്ലാസും കുപ്പിയൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം. അച്ഛനമ്മയോട് ഇത്രയ്ക്ക് ഇഷ്ടമാണോ അമ്മേ? ജേട്ടൻ എന്നെ ജീവനാണെന്ന് ഞാൻ ഇവളോട് എങ്ങനെ പറയും? എന്താ അമ്മയൊന്നും പറയാത്തെ? ചില സത്യങ്ങൾ എന്തിനാ പുറത്തു പറയുന്നത്? മനസ്സിന് സന്തോഷമുള്ള കാര്യല്ലേ, അത് പുറത്തു പറയുന്നതിൽ എന്താ തെറ്റ്? വിധിക്കാത്തതൊന്നും കൊതിക്കാത്തതല്ലേ നല്ലത്? ഈ വഴിയിൽ ഓട്ടോറിക്ഷയില്ലേ? ഇങ്ങനൊരു നാശം പിടിച്ച സ്ഥലം. മോനെ വൈശാഖേ, ചേച്ചി നിനക്ക് സുഖാണോടാ? ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചല്ലോ. വെറുതെ ജഗദീഷ് ചേട്ടനോട് ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ചേച്ചി ഞാൻ ചേച്ചിയെ കാണാൻ വരാത്തത്? എന്റെ പൊന്നു മോനെ, നീ വരണ്ട. നീ എന്റെ ഒരേ ഒരു കൂടപ്പിറപ്പ. നിന്നെ അവരെല്ലാരും കൂടി വലിച്ചു വാരിയിട്ട് തുണി അലക്കുന്ന പോലെ അലക്കുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല. ഒറ്റയ്ക്ക് തല്ലാൻ വരട്ടെ, അപ്പൊ കാണാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നാലും ഒരു കാര്യമില്ല. ജഗദീഷ് ചേട്ടന്റെ ഒരു കൈക്കില്ല. നീ ശീമപ്പത്തിൽ ഓടിക്കുന്ന പോലെ നിന്നെ ഒടിച്ചു കളയും. ഭർത്താവിനെ ഒന്ന് പൊക്കിയതായിരിക്കും. ഞാൻ ആരെയും പൊക്കിയൊന്നും അല്ല, ഉള്ള കാര്യം നിന്നോട് പറഞ്ഞതാ. ചേച്ചി എന്താ എവിടെ നിൽക്കുന്നത്? ഞാനൊരു ഓട്ടോ കാത്തു നിന്നതാ. പിള്ളേരുടെ സ്കൂൾ വരെ ഒന്ന് പോണം. മൈഥിലിക്ക് എന്തുണ്ട് വിശേഷം? ഓ
നീ അവളെ ഒന്ന് ഓർത്തല്ലോ, അതേതായാലും നന്നായി. എടാ, എന്തൊരു ദ്രോഹമാണ് നീ ആ പെണ്ണിനോട് ചെയ്തേ. ഓ, ഞാനും മൈഥിലിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒന്നും എന്റെ ചേച്ചിക്ക് അറിയില്ലല്ലോ. ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അവളെ പറഞ്ഞു മോഹിപ്പിച്ച് നീ അവളെയും കൊണ്ട് ഒളിച്ചോടി. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് അവളെ ഉപേക്ഷിച്ചു കളഞ്ഞു. അവൾക്കിപ്പോ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. പെണ്ണിന്റെ ശാപം കിട്ടിയല്ലേ അത് ഇരിപ്പതാ കേട്ടോ. ചേച്ചി കഥ അറിയാതെ ആട്ടം കാണുകയാ. ഞാൻ കഥ അറിഞ്ഞിട്ട് തന്നെടാ കഥകളി കാണുന്നേ. അവളെന്താ ചേച്ചി പുറത്തൊന്നും ഇറങ്ങാത്തത്? എങ്ങനെ ഇറങ്ങാനാടാ അവള് പുറത്ത്? അവളുടെ കൊച്ചാണെങ്കിൽ പാലുകൂടി മത്സരവാ. ആ ബഹന്റെ കുഞ്ഞല്ലേ. വിശപ്പോടെ വിശപ്പ്. ദിവസം 20 പ്രാവശ്യം ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നേ. ഓ, വിശപ്പ് കയറിയല്ലേ കീറ്റിലോടെ കീറ്റല. കൊച്ചു വലുതായോ? പാല് കൂടി തുടങ്ങിയാല് പിന്നെ കല്ലുരുള് പോലെയായി ആ കൊച്ച്. ഓ, എന്തായാലും മൈഥിലിക്ക് ഇപ്പോഴും എന്നോട് സ്നേഹം ഉണ്ടായിരിക്കും അല്ലേ ചേച്ചി? വൃത്തിയായിട്ടവനെ, നിനക്ക് നാണില്ലല്ലോടെ ഇങ്ങനെയൊക്കെ പറയാൻ. ഒരു സ്നേഹിച്ചു തീരാത്ത ഗന്ധർവം നടക്കുന്നു. അവൾ ഇനി ഒരിക്കൽ കൂടി നിന്റെ കൂടെ ഒളിച്ചോടെന്നാണ് നീ കരുതുന്നത്? ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. നിനക്ക് ആ ഇന്ദ്രേച്ചിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നാര് പറഞ്ഞു? ബന്ധമുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് അവരുമായിട്ട് പരിചയവും ബന്ധമൊക്കെ ഉണ്ടെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞു? ആരും പറയണ്ട, എനിക്കറിയാം. ഇവർക്ക് ഇന്ദ്രജയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ചേച്ചി ആദ്യം ഉത്തരം പറ. ചേച്ചിക്ക് ആ ഇന്ദ്രജയുമായിട്ട് ബന്ധമുണ്ടോ? ഇന്ദ്രജയ്ക്ക് ചെമ്പകമംഗലത്തെ രഹസ്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നത് ചേച്ചിയല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് എണ്ണി എണ്ണി പറയട്ടെ. നിനക്ക് ഇന്ദ്രജയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം അവള് കൊടുവാളാണ്. നമ്മുടെ തല കൊയ്യുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സൂക്ഷിച്ചോളാം. കൂട്ടത്തിൽ ചേച്ചി ഒന്ന് സൂക്ഷിച്ചോണം. ആ ചെമ്പകമംഗലത്തിന്റെ കൊടുവാളിന്റെ കാര്യം വല്ലതും ഇന്ദ്രജ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉടവാളും ചെമ്പകമംഗലം എന്താ ആരോമൽ ചേകവരുടെ വീടാണോ? എല്ലാം ഇവനറിയാം. എന്നോട് വന്നോണോ പറയുന്നതാ. കാര്യം എന്റെ ചേച്ചിയാണെങ്കിലും ഇവര് പഠിച്ച കള്ളിയ. കാർത്തിയുടെ കാറ്. ഈശ്വര, എന്നെ ചതിച്ചോ? പോ, നീ വേഗം പോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.